ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവ മേളയ്ക്ക് തൃശ്ശൂരിൽ തിരിതെളിഞ്ഞപ്പോൾ അതൊരു രാഷ്ട്രീയ വിമർശന വേദി കൂടിയായി മാറുന്നതായിരുന്നു ഇന്നത്തെ കാഴ്ച. തേക്കിൻകാട് മൈതാനിയിലെ വേദിയിൽ മുഖ്യമന്ത്രി കലാമാമാങ്കത്തിന് തിരിതെളിയിക്കുമ്പോൾ തൃശ്ശൂരിന്റെ MP കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരുന്നില്ല. പ്രസംഗത്തിനിടെ കടന്നുവന്ന സുരേഷ് ഗോപിയെ വേദിയിലിരുത്തി കലാകാരന്മാർക്കെതിരായ സംഘപരിവാർ നിലപാടുകൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. സംസ്ഥാനത്തിന് വിദ്യാഭ്യാസ ഫണ്ടുകളടക്കം തടഞ്ഞുവയ്ക്കുന്ന കേന്ദ്ര നടപടി മന്ത്രി വി ശിവൻകുട്ടിയും ചൂണ്ടിക്കാട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര സർക്കാരിനെതിരായ നിലപാടുകൾ ശക്തമാക്കുകയും പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയും എല്ലാം ചെയ്തതിന് പിന്നാലെയായിരുന്നു പിണറായി കലോത്സവ വേദിയിലും രാഷ്ട്രീയം പറഞ്ഞത്. കാണാം ആദ്യ എക്സ്ട്രാ. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിനിടെയാണ് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി വേദിയിലെത്തിയത്. മുഖ്യമന്ത്രിക്ക് കൈകൊടുത്തും സദസ്സിനെ അഭിവാദ്യം ചെയ്തുമായിരുന്നു വരവ്. പിന്നാലെ സുരേഷ് ഗോപിയെ വേദിയിലിരുത്തി തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള സംഘപരിവാർ ഇടപെടലുകളെ വിമർശിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസംഗം. സിനിമകൾക്കും കലാകാരന്മാർക്കുമെതിരെ മതം പറഞ്ഞു നടത്തുന്ന ഇടപെടലുകൾ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. അടുത്തിടെ ഇറങ്ങിയ സുരേഷ് ഗോപി ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ കൂടി സൂചിപ്പിച്ചായിരുന്നു പ്രസംഗം. മതം, ജാതീയത തുടങ്ങിയ വാദങ്ങൾ ഉയർത്തി കലാകാരന്മാർക്കും കലയ്ക്കും നേരെയുണ്ടായ കൈകടത്തലുകളെയും ഇടപെടലുകളെയും മുഖ്യമന്ത്രി വിമർശിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഉന്നയിച്ചു. കേന്ദ്ര ഫണ്ട് തടഞ്ഞുവെക്കപ്പെട്ടതടക്കം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾക്ക് മറുപടി പറയാനുള്ള വേദി ഇതല്ലെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. കഴിഞ്ഞ ദിവസം വേദിക്ക് താമരയെന്ന് പേരിടാത്തതിന്റെ പേരിൽ പ്രതിഷേധം സംഘടിപ്പിച്ച BJP പ്രവർത്തകർ ഇന്ന് സുരേഷ് ഗോപിയെ താമരപ്പൂവ് നൽകി സ്വീകരിച്ചതും മറ്റൊരു രാഷ്ട്രീയ കാഴ്ചയായിരുന്നു. ADX റാപ്പ് ന്യൂസ് മലയാളം. സിനിമയിൽ ജാനകി എന്നും സീതയെന്നും പേരിട്ടാൽ വർഗീയവാദികൾ പ്രശ്നമുണ്ടാക്കുമെന്ന് സുരേഷ് ഗോപിയെ വേദിയിലിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കലയാണ് കലാകാരന്മാരുടെ മതം. മറ്റു മതങ്ങളുടെ കൂടി സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മൾ പരിഷ്കൃതരാകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകിയെന്നും സീതയെന്നും മറ്റും പേരിടാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല. ചരിത്രശാസ്ത്ര പാഠഭാഗങ്ങളിൽ പലതും കേന്ദ്രം വെട്ടിമാറ്റിയപ്പോൾ കേരളം അത് പഠിപ്പിക്കാൻ തയ്യാറായെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കേരളത്തിലെ കുട്ടികൾക്ക് അർഹതയുള്ള ഫണ്ട് കേന്ദ്രം തടഞ്ഞു വച്ചിരിക്കുകയാണ്. ആ ഫണ്ട് ഇല്ലെങ്കിലും കുട്ടികളെ ഒരു കുറവും വരുത്താതെ സർക്കാർ നോക്കുന്നുണ്ടെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. കുട്ടികൾ പഠിക്കേണ്ട ചരിത്രശാസ്ത്ര ഭാഗങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ വെട്ടിമാറ്റിയപ്പോൾ ആ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ബദൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി കുട്ടികളെ പഠിപ്പിച്ച ഏക സംസ്ഥാനം കേരളമാണെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് അർഹതയുള്ള 1065 കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു വച്ചിരിക്കുകയാണ്. അത് ലഭിച്ചില്ലെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഒരു കുറവും വരാതെ നോക്കുവാൻ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾക്ക് മറുപടി പറയാനില്ലെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്. മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല, അതിന് പറ്റുന്ന വേദി അല്ലാത്തത് കൊണ്ട് മുതിരുന്നില്ല എന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. രാഷ്ട്രീയപരമായ പരാമർശങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗരിമ, ഇതിൻ്റെ ഒരു അന്തസ്സ് നിലനിർത്തുന്നതിന് വേണ്ടി മറുപടി പറയാൻ വേണ്ടി ഞാൻ ഇവിടെ മുതിരുന്നില്ല. പക്ഷെ അതിനൊക്കെ വ്യക്തമായ ജനങ്ങൾക്കറിയുന്ന മറുപടിയുണ്ട്. ഈ വേദിയുടെയും ഇത് കുഞ്ഞുങ്ങളുടെ മാത്രം അവകാശമാണ്. അതിൽ മറ്റൊരു വിഷയങ്ങളെ സംബന്ധിച്ചും മറുപടിയോ അല്ലെങ്കിൽ പ്രതിപാദിക്കാനോ ഞാൻ തയ്യാറല്ല. ഇതിനിടെ കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറയിൽ എയിംസ് വിഷയത്തിൽ സുരേഷ് ഗോപി നടത്തിയ അധിക്ഷേപ പരാമർശവും വിവാദത്തിലായി. അതുകൂടി കേട്ടിട്ട് വരാം. രാജ്യം എന്താണ്? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം വന്നപ്പോൾ രാജ്യത്തെ സാധാരണക്കാരായ സ്ത്രീകൾ എന്താണ് മറുപടി കൊടുത്തത്? വി ഡോണ്ട് ടേക്ക് കറൻസി എന്ന് പറഞ്ഞിടത്ത് എത്തിയെങ്കിൽ കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ എന്ന് മാത്രമേ പറയാൻ. സുരേഷ് പലതവണ നമ്മൾ തീരുമാനിച്ചതാണ് സുരേഷ് ഗോപി ചർച്ചാ വിഷയമാകരുതെന്ന്. പക്ഷേ അത് അദ്ദേഹം സമ്മതിക്കില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ആ വേദിയിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മുഖ്യമന്ത്രി പറഞ്ഞത് കല
ആണ്, കലാകാരന്മാർ അണിനിരക്കുന്ന ഒരു വേദിയാണ്. അപ്പോൾ കലയ്ക്കെതിരെയുള്ളൊരു കടന്നുകയറ്റത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ഓസ്കാർ വേദിയിൽ ട്രംപിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓരോ രാഷ്ട്രീയ സംഭവങ്ങളെക്കുറിച്ചും കൃത്യമായി അവിടെ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ അങ്ങനെ അത് ആ നിലയ്ക്ക് എടുക്കണ്ട. പക്ഷേ ഒരു വിഷയം, ആ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയം, കലയെ ബാധിക്കുന്ന ഒരു വിഷയം അവതരിപ്പിക്കുന്നു. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് മന്ത്രി വി ശിവൻകുട്ടി അവതരിപ്പിക്കുന്നത്, അവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അതിന് ആ മട്ടിൽ അവിടെ വേണമെങ്കിൽ മറുപടി പറയാമെന്നുള്ളൂ. അതുകൊണ്ട് എന്താണ് ഇപ്പോൾ കുഴപ്പം? അതിൻ്റെ എന്ത് ഗരിമയാണ് നഷ്ടപ്പെടുക? ഈ പറഞ്ഞ മട്ടിൽ ഓസ്കാർ വേദിയിൽ ഇതൊക്കെ പറയുന്നത് കൊണ്ട് അതിൻ്റെ ഗരിമ നഷ്ടപ്പെടുകയല്ലോ, അത് കൂടുകയല്ലേ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അതിൻ്റെ ഗരിമ നഷ്ടപ്പെടും, എനിക്ക് മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടാണ് എന്നാണ്. അദ്ദേഹം മറുപടി പറയാതിരിക്കുകയാണ് നല്ലതെന്നുള്ളതാണ് ആത്മാർത്ഥമായും എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹം മറുപടി പറഞ്ഞാൽ മറ്റേ മോനെ വിളികളൊക്കെ അവിടെ ഉയരും. അതാ കുട്ടികൾ കേൾക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. സനീഷ് എന്താ തോന്നുന്നു? അല്ല, അത് തന്നെയാണ്. അതായത് ഇന്നത്തെ ചർച്ചയിൽ സുരേഷ് ഗോപി വിഷയമായപ്പോൾ എനിക്കൊരു ചെറിയൊരു ആശ്വാസം. കാരണം നമ്മൾ എല്ലായ്പ്പോഴും അദ്ദേഹത്തെ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പരിഹസിക്കുകയോ അദ്ദേഹത്തെ എതിർക്കുകയോ ചെയ്യേണ്ടി വരുന്ന നിലപാടാണ് വരാറ്. അതുകൊണ്ട് സുരേഷ് ഗോപി വിഷയങ്ങൾ വരുമ്പോൾ വല്ലാതെ ഇനി എടുക്കേണ്ടതില്ല. പലപ്പോഴും അതിനുശേഷം ഒരുപാട് തവണ സുരേഷ് ഗോപി വിഷയമായല്ലോ നമ്മൾ ഒഴിവാക്കി. കാരണം അദ്ദേഹത്തെ എതിർക്കേണ്ടി വരും, വിമർശിക്കേണ്ടി വരും. ഒന്നുമില്ല, നമ്മുടെ കുട്ടിക്കാലത്തിൻ്റെ വലിയ സൂപ്പർ ഹീറോ അല്ലേ ഹർഷാദ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒടുവിൽ വന്ന വരനെ ആവശ്യമുണ്ട് പോലും എനിക്ക് എന്തുമാത്രം ഇഷ്ടപ്പെട്ട സിനിമയാണെന്നറിയാം. അതായത് അദ്ദേഹത്തിൻ്റെ ആക്ഷൻ പടങ്ങളൊക്കെ കാണുന്ന കാലമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം നമ്മളൊരു രണ്ടാം ലെവലിലേക്കൊക്കെ എത്തി നമ്മളങ്ങനെ നിരന്തരമായിട്ട് സിനിമ വന്ന് കുത്തിയിരുന്ന് മുന്നിലിരുന്ന് വിസിലടിച്ച് കാണുന്ന കാലമൊക്കെ കഴിഞ്ഞപ്പോൾ പക്ഷേ വരനെ ആവശ്യമുണ്ട് കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെട്ടതാണ്. അദ്ദേഹം അപ്പോഴത്തേക്ക് രാഷ്ട്രീയത്തിലൊക്കെ വന്നിരുന്നല്ലോ. രാഷ്ട്രീയ നിലപാടുകളൊന്നും ഒരു ആർക്കും സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്നതിന് ഇപ്പോഴും തടസ്സമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമ്മളിങ്ങനെ എല്ലാ ദിവസവും നിരന്തരമായിട്ട് വിമർശിക്കേണ്ടി വരുന്നല്ലോ എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ ആ വിഷയം എടുക്കുമ്പോൾ എനിക്ക് ആ പ്രശ്നമില്ല. കാരണം ഇന്ന് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ മാത്രമേ എനിക്ക് നിലപാടുള്ളൂ. കാരണം അഭിനന്ദിക്കാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. എന്താണ്, അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു പബ്ലിക് പരിപാടിയിൽ അദ്ദേഹം വളരെ വൈസായിട്ടുള്ള വളരെ ഗ്രേസ്ഫുള്ളായിട്ടുള്ളൊരു നിലപാടെടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. കാരണം അദ്ദേഹം വളരെ രാഷ്ട്രീയ സാമർത്ഥ്യം കാണിച്ചു. ഇത് കുട്ടികളുടെ വേദിയാണ്, കുട്ടികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, ഞാനിവിടെ രാഷ്ട്രീയം പറയില്ല, ഇത് രാഷ്ട്രീയം പറയേണ്ട സ്ഥലമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ നല്ല ഗ്രേസ്ഫുള്ളായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു. അത് വളരെ നന്നായി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അതാ ഞാൻ രണ്ട് തരത്തിൽ രാഷ്ട്രീയ സാമർത്ഥ്യമുണ്ട്, അദ്ദേഹം ഗ്രേസും കാണിച്ചു. രാഷ്ട്രീയ സാമർത്ഥ്യം എന്താണ്? ഇത് ഞാനീ പറയുന്ന പോലെ അദ്ദേഹം ഉദ്ദേശിച്ചാണെന്ന് എനിക്കറിയില്ല. പക്ഷേ രാഷ്ട്രീയ സാമർത്ഥ്യം എന്താണ്? അദ്ദേഹത്തിന് മറുപടി പറയാൻ തുടങ്ങിയാൽ മറുപടി പറയാൻ പറ്റാത്തൊരു വിഷയമാണ് മുഖ്യമന്ത്രി എടുത്ത് മുന്നോട്ട് വെച്ചത്. ജാനകി വിഷയത്തിൽ ഇതുവരെ വേണ്ടിയിട്ടില്ല. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന വിഷയത്തിൽ അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ച സിനിമയായിട്ട് പോലും ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്തിട്ട് പോലും, ദിവസങ്ങളോളം ചർച്ച ചെയ്തിട്ട് പോലും, രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് പോലും സുരേഷ് ഗോപി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അദ്ദേഹത്തിന് മറുപടി പറയാനില്ല. അദ്ദേഹത്തിൻ്റെ കൈവശം ഈ വിഷയത്തിൽ പറയാനുള്ള മറുപടി ഇല്ല എന്ന് കേരളത്തിനാകെപ്പാടെ വ്യക്തമായതാണ്. അപ്പോൾ പിന്നെ ഏറ്റവും സാമർത്ഥ്യം നിറഞ്ഞ നിലപാടെന്താണ്? ഞാനിതിനിവിടെ മറുപടി പറയുന്നില്ല, ഇത് കുട്ടികളുടെ മാത്രമായിട്ടുള്ള വേദിയാണ്, അതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നില്ല. ഇപ്പോൾ രാഷ്ട്രീയ സാമർത്ഥ്യവും കാണിച്ചു. ആ രാഷ്ട്രീയ സാമർത്ഥ്യത്തിൻ്റെ പ്രകടനത്തിലൂടെ മറുപടി പറയാതിരുന്നുകൊണ്ട് ആ ഒരു ഗ്രേസ്ഫുൾനെസ് ആളുകൾക്ക് ആകെപ്പാടെ വ്യക്തമാവുകയും ചെയ്തു. വളരെ മനോഹരമായി ആ വേദി. അതായത് അദ്ദേഹം പറഞ്ഞു മറുപടി ഇല്ലാഞ്ഞിട്ടല്ല എന്ന് നിങ്ങളെല്ലാവരും അറിയണം, മറുപടി എല്ലാവർക്കും അറിയാമല്ലോ കേരളത്തിന് എന്നൊക്കെ. മറുപടി എല്ലാവർക്കും കേരളത്തിന് അറിയാം. എന്താണ്? ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ നിന്ന് ഈ നാട്ടിൽ മണൽത്തരി കടപ്പുറത്ത് മണൽത്തരി ഉള്ളത്രക്ക് പോലെ അത്രയും നമ്പറിൽ കൂടുതൽ പേരുകളുണ്ട് ഈ ജാനകി എന്നുള്ള പേര്. അങ്ങനെ കോമൺ ആയിട്ടുള്ള വളരെ സാധാരണമായിട്ടൊരു പേര് ഒരു സിനിമ കിട്ടതിനെ സെൻസർ ബോർഡ് ചോദ്യം ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ എന്ത് മറുപടി അദ്ദേഹം പറയുക? അതുകൊണ്ട് മുഖ്യമന്ത്രി ഇത് തന്ത്രപൂർവ്വം ഈ വിഷയം തന്നെ എടുത്തു വെച്ച് സുരേഷ് ഗോപി അവിടെ ഉണ്ടെന്ന് കണ്ടിട്ട് അദ്ദേഹം ചെയ്ത് ശരിയായില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം അങ്ങനെ ബുദ്ധിമുട്ടിലാക്കാൻ പാടില്ല നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടനെ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഒരു തരത്തിലും മറുപടി പറയാൻ പറ്റാത്തൊരു വിഷയം എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോയി വെക്കുക. പക്ഷേ അതിനകത്ത് സുരേഷ് ഗോപി വീണില്ല. ഒരു തരത്തിൽ മറുപടി പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും പാടിപ്പോയേനെ. പിന്നെ നമ്മൾ രണ്ടാമത് കേട്ട ബൈറ്റുള്ളത് പോലെ മുമ്പ് ഒരല്പം വഴിമാറിപ്പോയേനെ. അപ്പോൾ അതൊന്നും ഉണ്ടാകാതെ, അപകടമൊന്നും ഉണ്ടാകാതെ നമ്മുടെ കലോത്സവ ഉദ്ഘാടന ചടങ്ങിനെ പടച്ചോൻ കാത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം എയിംസ് എന്നുള്ളത് ഇപ്പം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെ ഒരുപക്ഷെ ചിലപ്പം അദ്ദേഹത്തോട് പറയും, അളിയൻ ഈ വീട്ടിൽ ഇനി അലുവ കൊണ്ടുവരരുത് എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെ പറയാൻ പാകത്തിന് അളിയൻ ഇനി എയിംസ് എന്ന് പറയേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖരനോ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ തന്നെയോ വിളിച്ചിട്ട് അളിയ സുരേഷ് ഗോപി അളിയ ഇനിയിപ്പോൾ എയിംസ് അലുവ ഈ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു നടക്കണമെന്നില്ല എന്ന് പറയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പറഞ്ഞ് എവിടെയാണ് പോകുന്നതെന്നറിയില്ല. രാവിലെ എഴുന്നേറ്റ് ആരെങ്കിലും ഉറക്കത്ത് പെട്ടെന്ന് വിളിച്ചാൽ എയിംസ് ഉറപ്പായിട്ടും തരും എന്ന് പറയുന്ന പാകത്തിലേക്ക് അദ്ദേഹം CPM-കാരും കോൺഗ്രസ്സുകാരും മതേതരത്വം അവരുടെ രാഷ്ട്രീയ ആശയമായിട്ട് കൊണ്ടു നടക്കുന്നു. BJP ഹിന്ദുത്വം അവരുടെ രാഷ്ട്രീയ ആശയമായിട്ട് കൊണ്ടു നടക്കുന്നു. കേരള കോൺഗ്രസ്സിന് അവരുടെ രാഷ്ട്രീയ ആശയമുണ്ട്. മുസ്ലിം ലീഗിന് അവരുടെ രാഷ്ട്രീയ ആശയമുണ്ട്. സുരേഷ് ഗോപിക്ക് എയിംസാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആശയം. അദ്ദേഹത്തിൻ്റെ BJP ഹിന്ദുത്വമാണെങ്കിൽ സുരേഷ് ഗോപിക്ക്
എയിംസാണ്. എയിംസിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, തന്നാൽ മതി, ഇനി ആ അലുവ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണ്ട എന്ന് കേരളം അദ്ദേഹത്തോട് പറയുന്നത്. അതിപ്പോൾ പക്ഷേ കേരളത്തിലെ എല്ലാവർക്കും ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ എവിടെയാണ് എയിംസ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അത് തമിഴ്നാടിന് കൊടുക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഏത് ജില്ലയിലാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ വലിയ കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഇത് നിരന്തരം പറയുന്നത് കൊണ്ട് ഇദ്ദേഹത്തെ വിമർശിക്കാൻ രാഷ്ട്രീയ എതിരാളികൾക്ക് വളരെ എളുപ്പമായി എന്നുള്ളത് കൂടിയാണ്. കാരണം ഈ എയിംസ് വെച്ച് തന്നെ അദ്ദേഹത്തെ നിരന്തരം വിമർശിക്കുന്നുണ്ട്. ഇതിപ്പോൾ അദ്ദേഹം പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, അദ്ദേഹം എയിംസിനെ കുറിച്ച് പറയാനല്ല ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തിയത്, അല്ലെങ്കിൽ ആ പ്രസംഗം നടത്തിയത്. അത് കെ ബി ഗണേഷ് കുമാറിനെ ഉന്നമിട്ട് ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് പൊതുവെ എല്ലാവരും വരുന്നത്. കാരണം ഈ വിഷയത്തിൽ കെ ബി ഗണേഷ് കുമാർ നന്നായി പരിഹസിച്ചിരുന്നു. ആവാനാണ് അദ്ദേഹത്തെ നന്നായി പരിഹസിച്ചിരുന്നു. മാത്രമല്ല ഈ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു, അതായത് പഴയ സുരേഷ് ഗോപി ഓർമ്മയുണ്ടല്ലോ, ഇങ്ങനെയല്ല ഈ സുരേഷ് ഗോപി അല്ലല്ലോ. അതായത് ഈ കമ്മീഷണറൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു സുരേഷ് ഗോപിയുണ്ട്, കമ്മീഷണർക്ക് ശേഷമുള്ള ഒരു സുരേഷ് ഗോപിയുണ്ട്. ഈ കുഴപ്പം ഒപ്പിച്ചത് മറ്റേ രഞ്ജി പണിക്കരാണെന്ന് തമാശയ്ക്ക് ആളുകൾക്ക് ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അതിന് ശേഷമുള്ള സാഹചര്യത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തൽ കെ ബി ഗണേഷ് കുമാർ നടത്തി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മീഷണർ സിനിമ കഴിഞ്ഞതിന് ശേഷം ഈ തൊപ്പി അദ്ദേഹത്തിന് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം വണ്ടിയുടെ ഈ ഗ്ലാസിൻ്റെ അവിടെ ഇങ്ങനെ ഈ തൊപ്പി പ്രദർശിപ്പിച്ചുകൊണ്ടാണ് എല്ലായിടത്തും സഞ്ചരിച്ചിരുന്നതെന്നുള്ള ഒരു വെളിപ്പെടുത്തൽ ഈ കെ ബി ഗണേഷ് കുമാർ നടത്തി. മോഹൻലാൽ കഴിഞ്ഞ ദിവസം രാജാവിൻ്റെ മകനിലുള്ള വണ്ടിയുടെ നമ്പർ വാങ്ങിച്ചല്ലോ, അതൊരു സൊവനീറായിട്ട് വെച്ചാണെന്ന് കൂട്ടിയത്. പക്ഷേ ഗണേഷ് കുമാർ പറഞ്ഞ ഭയങ്കര രസകരമായിട്ടായിരുന്നു. അതിൽ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി നടക്കുന്നത് കൊണ്ട് ഇതൊരു സൊവനീറായിട്ട് വെച്ചാൽ പോലും നമുക്കതിൻ്റെ രസം പിടികിട്ടും. ഗണേഷ് കുമാർ അത് പറഞ്ഞുകൊണ്ടല്ല, ആ മട്ടിലായിരിക്കും അത് ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ അത് ഫീൽ ചെയ്തു. എന്തായാലും നമുക്ക് പിന്നെ സിനിമയിൽ ഒരു ചൊല്ലുണ്ട് ഹർഷ, അതായത് സിനിമയിൽ വലിയ വില്ലന്മാരും ആക്ഷൻ ഹീറോസൊക്കെ ആയിട്ടുള്ള ആളുകൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് പിന്നീട് അവർ രണ്ടാം ഘട്ടത്തിൽ വരിക, വില്ലന്മാരും ആക്ഷൻ ഹീറോസൊക്കെ ആയിട്ടുള്ള ആളുകൾ സിനിമയിൽ തന്നെ രണ്ടാം ഘട്ടത്തിൽ വരിക കൊമേഡിയന്മാരായിട്ടാണെന്ന്. ഇപ്പോൾ ജനാർദ്ദനൻ ആദ്യം ഭയങ്കര വില്ലനായിരുന്നു, TG രവി ഒരാളോളം, ഭീമൻ രഘു, ഇവരെല്ലാം വലിയ പേടിപ്പെടുത്തുന്ന വില്ലന്മാരായിരുന്നു, വലിയ ആക്ഷൻ കക്ഷികളായിരുന്നു. പക്ഷേ സിനിമയുടെ രണ്ടാം ഘട്ടത്തിൽ കൊമേഡിയന്മാരായിട്ടാണ് വരിക. അപ്പോൾ അത് അദ്ദേഹം ഓർത്തക്കട്ടെ. ഇനിയിപ്പോൾ മറ്റേ മോനെ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല, ഇളയ മോനെ കുറച്ച് ഒരു സംഘർഷമായിട്ട് ഇനി അതുമല്ലോ. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സുരേഷ് ഗോപി ചിത്രം നേരിട്ട സെൻസർ കട്ടുകളും വിവാദങ്ങളും കേരളം മറന്നിട്ടില്ല. ജാനകി എന്നത് സീതാദേവിയുടെ മറ്റൊരു പേരായതിനാൽ ജാനകിക്കൊപ്പം വി കൂടി ചേർത്ത് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കി പേര് മാറ്റിയതിന് ശേഷമാണ് ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. ചിത്രത്തിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച സുരേഷ് ഗോപി പക്ഷേ അന്നും അതിനുശേഷവും സെൻസർ കട്ടിനെക്കുറിച്ചോ ഇടപെടലുകളെക്കുറിച്ചോ പ്രതികരിച്ചിട്ടില്ല. ഈ ചിത്രം മാത്രമല്ല, മലയാളത്തിലും തമിഴിലുമെല്ലാം സെൻസർ ബോർഡ് ഇടപെടലുകൾ വലിയ ചർച്ചയാകുന്നതിനിടെയാണ് സുരേഷ് ഗോപിയെ വേദിയിലിരുത്തിയുള്ള പിണറായിയുടെ ഇന്നത്തെ വിമർശനം. CPIM സംഘപരിവാർ അടുപ്പമെന്ന ആരോപണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാക്കാൻ UDF ഒരുങ്ങുകയാണ്. അത് മുന്നിൽ കണ്ടാണ് തിരുവനന്തപുരത്ത് LDF വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ചതും മുഖ്യമന്ത്രി അതിന് മുന്നിൽ നിന്നതുമെല്ലാം. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി വേണം ഇന്നത്തെ മുഖ്യമന്ത്രിയുടെയും ഈശ്വരൻകുട്ടിയുടെയും എല്ലാം വിമർശനത്തെ കാണാനെന്ന് കൂടി കരുതുന്നു.